ഹിന്ദുത്വ സംഘപരിവാർ ദുഷ്ടശക്തികൾ. ഇപ്പോൾ നമ്മൾ അറിഞ്ഞല്ലോ, ആറ്റിങ്ങലിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റി മാർച്ചിന്റെ ആ പടത്തില് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ കൊണ്ടൊന്ന് പോസ്റ്റർ ഒട്ടിച്ചേക്കുക. പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പരേഡ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല RSS. മാരുടെയൊക്കെ ധൈര്യം ഒന്ന് ചിന്തിച്ചു നോക്കേ. ആണത്തമുണ്ടോ, ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കെട്ടു നിങ്ങൾ. അവിടെ നിന്ന് പരസ്യമായി ഒരു നയപ്രഖ്യാപനം നടത്തിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പാകിസ്ഥാന്റെ ആളുകളെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അരനിക്കറായതുകൊണ്ട് മുട്ടിടിക്കുന്നത് വ്യക്തമായി കാണുകയും ചെയ്യും. അടുത്ത സമയത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കന്മാർ എന്നുവെച്ചാൽ മുടിയൊക്കെ നരച്ച് വയസ്സരായവർ, അവർക്ക് ഈ നിക്കർ മാറ്റി പാൻഡാക്കണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു രഹസ്യ യോഗമൊക്കെ നടന്നായിരുന്നു. ഞാൻ മനസ്സിലാക്കി, പ്രായമൊക്കെ കുറെ ആയില്ലേ, ഇനി ഇപ്പൊ ഡയലോഗ് പറയുമ്പോൾ മുട്ടിടിക്കും, അത് കാണണ്ടെങ്കിൽ പാൻറ് ഇട്ടേ പറ്റുള്ളൂ. നമ്മൾ അറിയേണ്ടത് ഇവർക്കൊക്കെ ആണത്തമുണ്ടോ, രാത്രി കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കുക. ഇവർക്ക് പിന്നെ ഈ പോസ്റ്റർ പണിയെ അറിയുള്ളൂ. ഇവർക്ക് അറിയുള്ളൂ. കുറെ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാവി നിറം പൂശിയ പോസ്റ്ററുകൾ നമ്മൾ കണ്ടിരുന്നു. ഞങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഈ നമ്പറിൽ മിസ് കോൾ അടിക്കുകയാണ്. എന്ത് ഗതികേടാന്ന് നോക്കണേ. മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് നേടുക. കുറെ ആളുകളുണ്ട് നമ്പർ ഇങ്ങനെ മൊബൈലിൽ ഫീഡ് ചെയ്ത് വീട്ടിനകത്ത് പോയി കഥവടച്ച് കക്കൂസിനകത്തിരുന്ന് കഥകടച്ചിട്ട് മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കുക. അങ്ങനെയുള്ള വെറും കക്കൂസ് മെമ്പർഷിപ്പ് പാർട്ടിയുടെ ആളുകൾ പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികളെ കേരള സംസ്ഥാനത്തിന്റെ മാറിടത്തിൽ പരേഡ് നടത്താൻ അനുവദിക്കില്ല എന്ന്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആരോടാണ് നിങ്ങളത് പറയുന്നതെന്ന് ചിന്തിക്കണം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നെഞ്ചത്ത് കയറാൻ വരുന്ന കണ്ടൊടിഞ്ഞ താമരയുടെ ചുറ്റും മൂറിപ്പറക്കുന്നതായ താമര വണ്ടുകൾ അറിയണം ആരോടാണ് നിങ്ങളത് പറയുന്നത്. നിങ്ങളെ പോലെ മിസ് കോൾ അടിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് നേടിയവരല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ. ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാന സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് ഞങ്ങളുടെ ധർമ്മവും വിശ്വാസവും എന്നറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്താൻ വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികളായ ഈ ചങ്കൂറ്റമുള്ള പ്രവർത്തകരുടെ ചടുലമായ ചുവടുവപ്പുകൾക്കെതിരെ ചങ്കൂറ്റത്തോടെ ഒന്ന് നിവർന്നു നിൽക്കാൻ ഈ തണ്ടടിഞ്ഞ താമരയുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന താമര വണ്ടുകൾക്ക് സാധ്യമല്ലടോ. നിങ്ങളെ കൊണ്ടത് പറ്റൂല. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മക്കത്ത് കയറാൻ വരണ്ട. ഇനിയിപ്പോ പുതിയ കുറെ ഫത്വകൾ അല്ലെ, ഇവിടെ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ ഇപ്പൊ കൂടുതൽ പ്രസവിക്കുന്നതാണ് അവരുടെ ഒരു പ്രശ്നം. മുസ്ലിങ്ങള് കൂടുതൽ പ്രസവിക്കുക. എന്നിട്ട് ഇങ്ങനെ അതിനെതിരെ ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ ഇതിനെതിരെ മുറവിളി കൂട്ടുന്നതിലും നല്ലത് നിങ്ങളുടെ ഈ നേതാക്കന്മാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെങ്കിലും കെട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? കെട്ടിയനെങ്കിലും ഒന്ന് ഏറ്റെടുത്തൂടെ? അതിനു പോലും പറ്റാത്തവർ അല്ലെ. ഇപ്പൊ ഒരു രാംലീല മൈതാനത്ത് കിടന്ന് കക്ഷം കാണിച്ച് പരസ്യം കാണിച്ച ഒരു സ്വാമിജിയുണ്ട്. അപ്പൊ അയാളിങ്ങനെ ചാടുക. നമുക്ക് പറയാനുള്ളത്, ഒരു പൊതുവേദിയിൽ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഇതിന്റെയൊക്കെ വർത്താനം കേട്ടിട്ട് പറഞ്ഞു പോവുക, എന്റെ പൊന്ന് സ്വാമിജി, ദൈവം തമ്പുരാൻ ആണത്തം തെളിയിക്കാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതൊക്കെ കൊണ്ടുപോയി പൂജ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കരുത്. നിങ്ങൾ ആണത്തം തെളിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക, എന്നിട്ട് മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുക. ഇപ്പൊ എന്താ പറയുന്നത്? ദേശീയ പതാക മദ്രസകളിലും അറബി കോളേജുകളിലുമൊക്കെ ഉയർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ദേശീയ പതാക ഉയർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. 2 ദിവസം മുമ്പുള്ള പത്രത്തിൽ നമ്മൾ കണ്ടു, BJPയുടെ ബഹുമാന്യനായ ക്യാബിനറ്റ് മന്ത്രി സ്മൃതി ഇറാനി ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ ദേശീയ പതാക ഉയർത്തി മേളിൽ ചെന്നപ്പോഴാണ് പതാക തലതിരിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങളെ പതാക ഉയർത്താൻ പഠിപ്പിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ ആ പതാകയുടെ നിറമെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് സഹോദരങ്ങളെ, ഇവിടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ആരാണ് രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്?
ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കാൻ വരുന്നവരാരാ? നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് ബ്രിട്ടീഷ് പരീക്ഷകൾ ഈ രാജ്യത്തൊക്കെ ഷാപ്പ് ചെയ്തുകൊണ്ട് ഭരണം നടത്തുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഖുർആൻ പാരായണം പോലെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കലും പ്രതിഫലാർഹമായ പ്രവർത്തനമെന്ന് പഠിപ്പിച്ച മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുള്ളയുടെ പിൻഗാമികളെ, അദ്ദേഹത്തിന്റെ സീമന്തപുത്രനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുള്ളയുടെ പുത്രന്മാരെ ഇല്ല, സംഘപരിവാർ ശക്തികൾ ദേശസ്നേഹം പഠിപ്പിക്കേണ്ട ഗതികേട് അൽഹംദുലില്ലാ നാളിന്ന് വരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് വിശ്വാസത്തിന്റെ ഭാഗമെന്ന ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്നിപ്പോ മുസ്ലിമീങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതായ സംഘപരിവാർ ദുഷ്ടശക്തികളോടൊന്ന് ചോദിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് സത്യസത്യമായി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ കിഷോർ കുമാർ എന്ന പേരുള്ള സിഖുകാരനായ രാജാവ് ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ബാലാകോട്ടിന്റെയും പെഷവാറിന്റെയും പ്രദേശങ്ങളിൽ ഈ രാജ്യത്തെ മുസ്ലിമുകളെയും ഹൈന്ദവരെയും ഉൾപ്പെടെ ക്രൂരമായി കൊന്നെടുക്കുമ്പോഴും സുന്ദരികളായ ഹിന്ദു കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ അതിക്രൂരമായി മാനഭംഗം ചെയ്യപ്പെടുത്തുമ്പോഴും ഈ പറയുന്ന ഒരു സംഘപരിവാർക്കാരന്റെ ഒരു കുരിശിയും അതിനുവേണ്ടി പ്രവർത്തന രംഗത്ത് വന്നിട്ടില്ല. ആരാണെന്ന് കർമ്മരംഗത്തേക്ക് വന്നതെന്നറിയോ? ബഹുമാന്യനായ അബൂ ഉർഫാൻ സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹിമഹുള്ളയും ബഹുമാന്യനായ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്ന ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി റഹിമഹുള്ളയും 10,000 മുസ്ലിം പണ്ഡിതന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ബാലാകോട്ടിന്റെയും പെഷവാറിന്റെയും തെരുവോരങ്ങളിലേക്ക് പോയി ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടകൾ മാറിടത്തിലേക്ക് ഏറ്റുവാങ്ങി രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ അന്നൊരു RSSകാരനെ ഞങ്ങൾ കണ്ടില്ലല്ലോ. അന്ന് ഒരുത്തനും അവിടെ ഒരാശ്വാസ വാക്ക് പോലും പറയാൻ വന്നില്ലല്ലോ. വീണ്ടും നിങ്ങൾ അറിയണം, ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് കിരാതഭരണം നടത്തിയിട്ട് അവന്റെ പടക്കോപ്പുകളുമായി വഴിവക്കിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ആവശ്യകതകൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിലാവേശോജ്ജലമായ ഈമാൻ കൈവരിച്ചിട്ട് കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാത്തതിന്റെ പേരിൽ പള്ളികളിൽ ഖുർആൻ വെച്ചോതുന്ന റൈഹാൻ ഒടിച്ച് 2 കഷണങ്ങളാക്കി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ബദരീങ്ങളുടെ മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഹൈവേകളുടെ ഭാഗങ്ങളിലേക്ക് ഒളിച്ചിരുന്നുകൊണ്ട് ബ്രിട്ടീഷുകാരും കടന്നു വരുന്ന വഴികളിൽ ഈ റൈഹാനിന്റെ തടി കഷണങ്ങളുമായി ചാടി വീണിട്ട് അപ്രതീക്ഷിതമായവന്റെ തലകളിലേക്ക് കൈകൾ കൊണ്ട് അടിച്ചിട്ട് ബ്രിട്ടീഷുകാരനെ തുരത്തി ഓടിച്ച് അവന്റെ ആയുധങ്ങൾ മുഴുവൻ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി വലിച്ചു കൊണ്ടുവന്ന ബഹുമാന്യനായ ഫഖീഹുൽ ഉമ്മ റഷീദ് അഹമ്മദ് ഗംഗോഹി റഹിമഹുല്ലാ, അദ്ദേഹത്തോടൊപ്പം നല്ലവരായ ഹൈന്ദവരുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഒരു സംഘപരിവാറുകാരനെ ഞങ്ങളൊന്ന് കണ്ടില്ലല്ലോ. വീണ്ടും നിങ്ങൾ അറിയണം, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിനടുത്ത് ഷാംലി എന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാർ ഒരു വലിയ പട്ടാള ക്യാമ്പ് ഉണ്ടാക്കി. അവിടെ ആയുധങ്ങൾ ശേഖരിച്ചു. അവിടെ നിന്ന് അക്രമങ്ങൾക്ക് അവർ ഓരോ പ്ലാനുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ ഖുർആനും ഹദീസും പഠിച്ച അന്നത്തെ യുവ കാസിമിമാരെ അവരോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഷാംലിയുടെ പട്ടാള ക്യാമ്പിലേക്ക് പോയി പട്ടാളക്കാരനെ തുരത്തി ഓടിച്ച് ക്യാമ്പിനകത്തേക്ക് അവനെ ഇരച്ചു കയറി. ആ പട്ടാളക്കാർ ക്യാമ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വെടിയുതിർത്ത് പലരും അതേ വെടിയുണ്ട ഏറ്റുകൊണ്ട് മരണപ്പെട്ടു വീഴുമ്പോൾ അവിടെ പിന്തിരിഞ്ഞോടിയില്ല. സവർക്കർ കത്തെഴുതിയതുപോലെ കത്തെഴുതി കൊടുത്തില്ല. ആ വെടിയുണ്ടകൾക്കിടയിലൂടെ പാഞ്ഞുപോയി ഒരു ഓലപ്പുര പൊളിച്ചെടുത്തു കൊണ്ടുവന്ന് കോട്ടവാതിൽക്കൽ വെച്ച് തീ കൊളുത്തിയിട്ട് കോട്ടവാതിൽക്കൽ തകർത്ത് അകത്തേക്ക് കടന്നു ചെന്ന് ഒരൊറ്റ പട്ടാളക്കാരുടെയും ജീവനോടുകൂടി പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ ഖാസിമുൽ ഉലൂം ബാനി ദാരുൽ ഉലൂം മൗലാന മുഹമ്മദ് ഖാസിം നാനൂതബി റഹിമഹുല്ലാ, അന്ന് ഒരു സംഘപരിവാരകാരനെയും ഞങ്ങൾ കണ്ടില്ലല്ലോ. മാൾട്ടയിലെ പാറതുരം ഉണ്ടാക്കിയ ജയിലിനകത്ത് അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബഹുമാന്യനായ മഹ്മൂദ് ഹസൻ ദൈബന്ദി റഹിമഹുള്ളയും ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുള്ളയും അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ അന്ന് ഒരു സംഘപരിവാരകാരനെയും ഞങ്ങൾ കണ്ടില്ല ദേശസ്നേഹത്തിന്റെ അളവ് പോലുമായി. അന്ന് ഇവിടെ പോയി
അവിടെയൊക്കെ ഒരാളുടെ പേര് പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒരാളുടെ പേര്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാനുണ്ടോ? ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കണ്ട, നിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കണ്ട. നിങ്ങൾക്കുണ്ടാകുന്ന പാരമ്പര്യം ഞങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാരന്റെ ജയിലകത്തിനുള്ളിൽ പോകേണ്ടി വരുമെന്ന് പേടിച്ചുകൊണ്ട് അവന് വേണ്ടി കത്തെഴുതി കൊടുത്ത സവർക്കറുടെ മക്കളാണ് നിങ്ങളെന്ന പാരമ്പര്യമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ലഖ്നൌവിൽ നടന്നൊരു സമരത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ, അയ്യോ അമ്മേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അതുവഴി നടന്നു പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട ബഹുമാന്യനായ ഈ രാജ്യത്തിന്റെ മുന്നിൽ പ്രധാനമന്ത്രിയായ വാജ്പേയിയുടെ ചരിത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമിന്റെ ചരിത്ര പാരമ്പര്യം എന്തെന്നറിയുമോ? ഈ രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാരന്റെ ചരിത്ര പാരമ്പര്യം എന്തെന്നറിയുമോ? സവർണ മേധാവികളൊന്ന് പഠിക്കുക. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച, നെഞ്ചുവരെ ദാടി വളർത്തിയ മഹത്തുക്കളായ പണ്ഡിതന്മാരെ ബ്രിട്ടീഷുകാർ അരങ്കുല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവരെ പരിപൂർണമായും അവരുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിട്ട് തീയിലേക്കിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ദാടി വളർത്തി നിൽക്കുന്ന, പരിപൂർണ നഗ്നനായി നിൽക്കുന്ന ഒരു മഹാനായ ആലിമിനോട് ചെന്നിട്ട് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ഉസ്താദാണ്, എനിക്ക് അറബി പഠിപ്പിച്ചത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, നിങ്ങളൊരു കത്തെഴുതി തരുക. അറിയുക, കത്തെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട സവർക്കറിന്റെ മക്കളെ അറിയുക. ആ പണ്ഡിതനോട് പറഞ്ഞത്, ഒരു കത്തെഴുതി തന്ന് രക്ഷപ്പെടുക. മഹാനവറുകൾ പറഞ്ഞു, അതെ എനിക്കറിയാം, ഇന്ന് ഞാൻ കത്തെഴുതി തന്നാൽ ഇവരുടെ ഇടയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ നാളെ പടച്ചവനായ തമ്പുരാന്റെ മുന്നിൽ, സത്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹത്തുക്കളുടെ മുന്നിൽ ഇവരൊക്കെ അണിനിരന്ന് നിൽക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കത്തെഴുതി തന്ന് രക്ഷപ്പെടില്ലടോ എന്ന് പറഞ്ഞ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ആവേശവും വീര്യവും അതേപോലെ പിൻപറ്റുന്ന ആൺകുട്ടികളാണോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടാകട്ടെ. അതുകൊണ്ട് ദേശസ്നേഹം പഠിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ദേശസ്നേഹം പഠിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് മെനക്കെടണമെന്നില്ല. നിങ്ങൾ കണ്ടോ, ഈ ഇരിക്കുന്ന ഉമ്മതങ്ങന്മാരെ കണ്ടോ? അവരുടെ കുട്ടികൾ രാജ്യത്തെ സംഘപരിവാർ ദുഷ്ടശക്തികളുടെ മാറിടത്ത് ചവിട്ടിക്കൊണ്ട് പരേഡ് നടത്തുമ്പോ, മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളോടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഈ ഉമ്മമാരുണ്ടല്ലോ. ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒക്കെ ഉണ്ട് പലരും. പെണ്ണുങ്ങൾ തമ്മിൽ കൂടിയ ചന്ദനമഴയും പരസ്പരവും മാത്രമേ ചർച്ചയുള്ളൂ. അൽഹംദുലില്ലാഹ്, അതൊക്കെ മാറി, ആ കാലമൊക്കെ അങ്ങോട്ട് മാറി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പൊതുപ്രവർത്തനത്തോട് ഒരുപാട് താല്പര്യമൊന്നുമില്ലാത്തയാളാണ് ഞാൻ. എങ്കിൽ പോലും അൽഹംദുലില്ലാഹ് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ചങ്കൂറ്റമുള്ള പെൺകുട്ടിയുടെ പ്രസംഗം ഞാൻ കേട്ടു. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ സംഘപരിവാർ ദുഷ്ടശക്തികൾ നടത്തിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെതിരെ പ്രവർത്തിക്കാത്ത, വെറും നിങ്ങൾ സിനിമയിൽ കണ്ട് പരിചയപ്പെട്ട വെറും നാടൻകുടിങ്ങളായ പെണ്ണുങ്ങൾ മാത്രമാണ് ഉമ്മച്ചി പെണ്ണുങ്ങളെന്ന് കരുതല്ലേ. ഈ രാജ്യത്തെ സംഘപരിവാർ ദുഷ്ടശക്തികൾക്കെതിരെ പൊതുവായി കടന്നു വന്നിട്ട് ചങ്കോറ്റത്തോടുകൂടി ശബ്ദമുയർത്താൻ ഉള്ള രീതിയിലേക്ക് അൽഹംദുലില്ലാഹ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പോഷക പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വരുന്ന നല്ലവരായ ഉമ്മ പെങ്ങന്മാർക്ക് അൽഹംദുലില്ലാഹ് സാധ്യമായിട്ടുണ്ട് എങ്കിൽ, അതേ ഇതും ഒരു പാരമ്പര്യമാണ് മക്കളെ, ഇതും ഒരു പാരമ്പര്യമാണ് മക്കളെ. കുഞ്ഞാലി മരക്കാരെന്ന ധീരനായ രക്തസാക്ഷിയെ ബ്രിട്ടീഷ് പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്റെ മകനെ കാണാൻ ചെന്ന് ഒരുപാട് നൂറ് ചുംബനങ്ങൾ കൊടുത്ത് അവസാനം തന്റെ മാറിടത്തിൽ കിടക്കുന്ന ഒരു റുമാലെടുത്ത് മകന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും, പൊന്നുമോനെ നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഈ ഉമ്മയെ നീ അറിയിക്കണം, നിനക്ക് വേണ്ടി ഈ ഉമ്മ ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് തന്റെ മകനെ രാജ്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ട കുഞ്ഞാലി മരക്കാരുടെ ഉമ്മയുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ബെക്കിംഹാമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ബ്രിട്ടീഷുകാരന്റെ താടി രോമത്തിൽ പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യപൂർവ്വമുള്ള ഒരു മണ്ണാണ് എനിക്ക് വേണ്ടത്, ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ എനിക്ക് മരിച്ചു മറമാട